ഹലോ ഫ്രണ്ട്സ്, ഷീജ സ്റ്റേഷനിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പ്രോൺസ് ബിരിയാണിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കിലോ പ്രോൺസ് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂണ് ഗരം മസാല, വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂണ്, ഇഞ്ചി ചതച്ചത് 1 സ്പൂണ്, വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് 2 ടേബിൾ സ്പൂണ്, ഇനി 2 സ്പൂണ് നാരങ്ങാ നീര്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. കൊഞ്ചിൽ നമ്മൾ അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചോറ് വേവിച്ചെടുക്കണം. ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ചേർക്കാം. കറുവപ്പട്ട, ഗ്രാമ്പു, ജീരകം, ഏലക്ക, 1 ബേ ലീവ്സ്, ഇതെല്ലാം കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 മണിക്കൂർ കുതിർത്ത് വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. കൈമാരിയാണ് ബിരിയാണി ഉണ്ടാക്കാൻ ഏറ്റവും നല്ല അരി. അത് വെച്ച് ബിരിയാണി ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെ കിട്ടുന്നത്. നെയ്യിൽ കിടന്നിട്ട് ഈ അരിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഇതിലേക്ക് ഒരിക്കലും ഒഴിക്കരുത്. 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അതിന് 8 ഗ്ലാസ് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സവോള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞ സവോള, 1 ചെറിയ സവോള, കുറച്ച് കറിവേപ്പില. ഒരു നാടൻ ടേസ്റ്റ് കിട്ടാനാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂണ് നാരങ്ങാ നീര്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളച്ച ശേഷം തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഈ ചോറെടുത്ത് നമുക്കിന് തൊട്ടടുത്ത അടുപ്പിലോട്ട് വയ്ക്കാം. എന്നിട്ട് ഇതിൽ പാൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കൊഞ്ച് വറുത്തൊക്കെ എടുക്കണം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. കോരി മാറ്റാം.
ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ 2 സവോളയാണ് ചേർത്തിരിക്കുന്നത്. 2 സവോള സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തൊട്ടപ്പുറത്ത് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്തോ ആയെന്ന് നോക്കാം. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വയ്ക്കാം. ഉള്ളി ഫ്രൈ ആയി വരുന്നുണ്ട്. കളറൊക്കെ മാറി ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്നായ ശേഷം നമുക്ക് കോരി മാറ്റാം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് കൊഞ്ചിട്ട് കൊടുക്കാം. ഇതവിടെ നിന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് ചോറൊന്ന് നോക്കാം. വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. എല്ലാം കോരി മാറ്റി എടുത്തിട്ടുണ്ട്. സെയിം പാനിൽ തന്നെയാണ് നമ്മളിനി ഉള്ളി വഴറ്റിയെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 4 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് ഞാൻ എടുത്തത്. ഉള്ളിയെല്ലാം വേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 1 സ്പൂണ്, കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല 1 സ്പൂണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. മസാല എല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം.
2 സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വറുത്ത് വെച്ച സവാളയിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ വറുത്ത കൊഞ്ചെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് പുതിന ഇല കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പം മല്ലിയില ഇല്ല. എൻ്റെ കയ്യിൽ ഇപ്പം മല്ലിയില എടുക്കാനില്ല. അതുകൊണ്ട് ഞാൻ പുതിന ഇല മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്തെടുക്കണം. അതിനായിട്ട് വേറൊരു വലിയ പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് ലെയറായിട്ട് ചോറും പ്രോൺസും കൂടെ ഇട്ട് കൊടുത്ത് ദം ചെയ്തെടുക്കാം. ഇനി ദം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ആദ്യം ഒരു ലെയർ ചോറിട്ട് കൊടുക്കണം. ഞാൻ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമ്മൾ പ്രോൺസ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി വറുത്തത്, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും. ഇനി ബാക്കിയുള്ള ചോറ് കൂടെ ഇതിൻ്റെ മുകളിലിടണം. ബാക്കിയുള്ള ചോറൂടെ ഞാൻ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. കുറച്ചുള്ളി വറുത്തത്, പുതിനയില, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ഇത് ഞാൻ 10 മിനിറ്റ് ദം ചെയ്തിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കാം. ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇത് ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.